മുഖ്യമന്ത്രിയും DGP റവാഡ ചന്ദ്രശേഖറും കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ ഉൾപ്പെടെ 4 ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികൾ അവലോകനം ചെയ്യാനായി കണ്ണൂരിൽ മേഖലായോഗവും തുടരുകയാണ്. DGP ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ചുമതലയേറ്റ ശേഷം മുഖ്യമന്ത്രിയുമൊത്തുമുള്ള DGPയുടെ ആദ്യ പൊതുപരിപാടിയാണിത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ചുമതലയേറ്റതിനു ശേഷം പുതിയ DGP നേരെ പോയത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. നിനിമ, ഇന്ന് ആണ് രാവിലെ ഔദ്യോഗികമായി പുതിയ DGP റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റത്. അതിനുശേഷം അദ്ദേഹം നേരെ വന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ വിവിധ ജില്ലകളുടെ, അതായത് കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു മേഖലാതല നേതൃയോഗം നടക്കുന്നുണ്ട്. ആ നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൂടിയാണ് DGP കണ്ണൂരിലെത്തിയത്. ആദ്യം അദ്ദേഹം കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്കാണ് എത്തിയത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ചുമതലയേറ്റ ശേഷം ആദ്യമായി അദ്ദേഹം നേരെ വന്ന് കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ കണ്ണൂർ കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ നടക്കുന്ന ഈ ഒരു മേഖലാതല നേതൃയോഗത്തിൽ പങ്കെടുക്കും. ഇതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി ഈ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി ഒരു മീറ്റിംഗ് കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. പുതിയ DGPയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ ഒരു നേതൃയോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ പുതിയ DGPയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ഔദ്യോഗിക പരിപാടി കൂടിയാണ് കണ്ണൂരിലേതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 4 ജില്ലകളിലെ നേതൃയോഗം രാവിലെ തുടങ്ങിയതാണ്. ഇന്ന് വൈകുന്നേരം വരെ മുഖ്യമന്ത്രി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മന്ത്രിമാരും വിവിധ വകുപ്പ് മേധാവികളും വലിയൊരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഇപ്പോൾ മിഥുൻ ചൂണ്ടിക്കാണിച്ചതുപോലെ DGPയായി ചുമതലയേറ്റ ശേഷം ആദ്യത്തെ പൊതുപരിപാടി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കണ്ണൂരാണ്. ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ ഈ DGPയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണല്ലോ. ഇന്നലെ P. ജയരാജനാണ് കൂത്തുപറമ്പ് ഈ വെടിവെയ്പ്പ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ പാർട്ടി അല്പസമയം മുമ്പ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും റവാഡയെ തള്ളിക്കളയാൻ തയ്യാറല്ല, റവാഡ ചന്ദ്രശേഖറുടെ DGP നിയമനത്തിൽ ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കാൻ നടക്കുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഉണ്ടായത്. അതായത് കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നപ്പോൾ അവിടെ ASP ആയിരുന്നു എന്നതുകൊണ്ട് മാത്രം റവാഡയ്ക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല, അത്തരത്തിൽ കൂത്തുപറമ്പുമായി റവാഡയെ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന ഒരു സന്ദേശം കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് കൂടി നൽകാൻ വേണ്ടിയല്ലേ ഇത്തരത്തിൽ ഒരു അജണ്ട തയ്യാറാക്കപ്പെട്ടത്? മിഥുൻ. തീർച്ചയായും നീലിമ, അങ്ങനെ തന്നെ വേണം കരുതാൻ വേണ്ടി. കാരണം DGPയായി ചുമതലയേറ്റെടുത്ത ശേഷം ആദ്യം കണ്ണൂരിൽ തന്നെ എത്തുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയായി കൂടിക്കാഴ്ച നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അല്പസമയത്തിനകം റവാഡ ചന്ദ്രശേഖർ പങ്കെടുക്കുന്നു. അത്തരത്തിൽ വരുമ്പോൾ നമുക്കറിയാം, ഈ റവാഡ ചന്ദ്രശേഖരനെ DGP ആക്കിയതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വലിയ വിമർശനങ്ങളുണ്ട്. എന്നാൽ പോലും അത് നിലവിലെ സാഹചര്യത്തിൽ അത് കൂടുതലായി പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിലുള്ള വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കാം, എന്തെങ്കിലും ഈ ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ എങ്ങനെ അതിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാം എന്നെല്ലാം തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ കൂടിക്കാഴ്ചയിൽ ഒരു പരിഹാരം കാണാനുള്ള സാധ്യതയും ഏറെയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള മീറ്റിംഗിൽ പങ്കെടുക്കാൻ കൃഷ്ണമേനോൻ വനിതാ കോളേജിലേക്ക് അല്പസമയത്തിനകം എത്തും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ റവാഡ ചന്ദ്രശേഖരനെ പുതിയ DGP ആക്കിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ അതിനെ എങ്ങനെ സമാധാനിപ്പിക്കണം, എങ്ങനെ ആ പ്രശ്നം ശമിപ്പിക്കണം എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അതിനെതിരെ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നീലിമ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇനി മുഖ്യമന്ത്രി മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാനുള്ളത്. വളരെ കൃത്യമായി പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെക്കുകയാണ്. മുഖ്യമന്ത്രി കൂടി വളരെ കൃത്യമായി ഇക്കാര്യം പൊതുജനമധ്യത്തിൽ പറയുന്നതോടുകൂടി റവാഡയ്ക്കെതിരെ അത്തരത്തിൽ ഒരു തരത്തിലുള്ള നീക്കവും നടക്കേണ്ടതില്ല എന്ന ഒരു സന്ദേശം കൂടി പാർട്ടിയിലെ ചിലർക്ക് നൽകാനുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. മിഥുനാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.